നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല സന്തോഷകരമായ കൂടിവരവിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേമത്തോടുകൂടെ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ഈ ഓഡിറ്റോറിയത്തിലാകുവാൻ തക്കവണ്ണം കർത്താവ് നൽകിയ എല്ലാ സാവകാശങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. അനുകൂലമായ കാലാവസ്ഥയെ അങ്ങ് ഞങ്ങൾക്ക് ദാനം ചെയ്തു, അതിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾ കൂടി വന്ന സമയം മുതൽ അങ്ങയുടെ സാന്നിധ്യബോധത്തിലിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിയുക്ത ദമ്പതികൾക്കായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അവർക്ക് നൽകിയ മനോഹരമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് അവരുടെ ശ്രേഷ്ഠമായിരിക്കുന്ന പൈതൃകത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ആ പൈതൃകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭാവിയിൽ സ്വർഗത്തിലും ഭൂമിയിലും പേര് വരുവാൻ കാരണമായ കുടുംബം പടുത്തുയർത്തുവാൻ തക്കവണ്ണം ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും നീ അവരുടെ മേൽ ധാരാളമായി വർഷിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമ്മേളനത്തിൽ വചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നിൻ്റെ ദാസന് വിശേഷാൽ കർത്താവ് സഹായിച്ചു. ദാമ്പത്യ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്നതായിരിക്കുന്ന ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന കടമകളെക്കുറിച്ച് ഒരു പ്രാവശ്യം കൂടി അനുസ്മരിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുകയാണ്. കർത്താവെ, വിവാഹ ശുശ്രൂഷ നടത്തുന്ന നിൻ്റെ വിലയേറിയ ദാസനായിട്ട് സ്തോത്രം. ആ ശുശ്രൂഷ ആത്മാവിൻ്റെ നിറവിൽ നിർവഹിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും നിൻ്റെ ദാസൻ്റെ മേൽ ധാരാളമായി പകരണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ആ നിലയിൽ കർത്താവെ, ഞങ്ങൾ കൂടി വന്ന ഈ കൂടിവരവ് എല്ലാ നിലയിലും അനുഗ്രഹീതമാക്കി തീർക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. തുടർന്നും തിരുനാമത്തെ ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമീൻ. ഇന്ന് ഇവരുടെ വിവാഹ ശുശ്രൂഷ നടത്തുന്നത് കർത്താവിൻ്റെ ദാസൻ വർഗീസ് കെ കുര്യൻ ആണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അഭിമാനമായി നിലകൊള്ളുന്ന കർത്താവിൻ്റെ ദാസനാണ്. വർഗീസ് കുര്യൻ സഹോദരൻ ആ ശുശ്രൂഷ നിർവഹിക്കും. താൻ ചുരുക്കം ചില വാക്കുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി വേഗത്തിൽ തന്നെ ആ ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം അതിനു മുമ്പായിട്ട് ഇവരുടെ അന്യോന്യ സ്നേഹത്തെ, അതിൻ്റെ മാഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം, സോങ് നമ്പർ 4, അന്യോന്യം സ്നേഹിക്കുവീൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവീൻ, സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ സ്നേഹമാവുന്നിതാ എന്ന് തുടങ്ങുന്ന ആ ഗാനം ഇപ്പോൾ നമുക്ക് കേൾക്കാവുന്നതാണ്.
മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ജസ്റ്റിൻ നിസി, ഈ വേദിയിലിരിക്കുന്ന വിലപ്പെട്ട ദൈവദാസന്മാർ, എൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ വഴിയിൽ അധ്വാനിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവരെയും സഹോദരി സഹോദരന്മാരെയും പ്രത്യേക ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനം വീണ്ടും അറിയിക്കുകയാണ്. വളരെ പ്രയോജനകരമായ ഒരു സന്ദേശം നാം കേട്ടുകഴിഞ്ഞു. വീണ്ടും ഒരു സന്ദേശത്തിൻ്റെ ആവശ്യകത ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. എന്നാൽ വളരെ ചുരുക്കമായി ചില കാര്യങ്ങൾ വിവാഹത്തോട് ബന്ധപ്പെട്ട് ഓർപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. First of all, I would like to ask Justin and Nisi a very simple question. And that simple question comes not only to them, but also to all those who listen me. The message that has been given already focused upon how to have a successful family. And my question comes, what is marriage and what is family after all? വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റിൻ, നിസി ഉത്തരം പറയണ്ട, മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. എന്താ വിവാഹം? 4 ലളിതമായ ഉത്തരങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ ഇറ്റ്സ് എറ്റിമോളജിക്കൽ സെൻസ്, marriage or family is a burden bearing. And secondly, in its theological meaning or message, it's a life of exemplification. And thirdly, in its sociological aspect, it's a life of togetherness. And finally, in its practical application, it's a life of dedication. വളരെ ലളിതമായ 4 കാര്യങ്ങൾ. ഒന്നാമത്, ഈ വാക്കിന്റെ അർത്ഥം എന്താ? വിവാഹം. വാട്ട്സ് മാരേജ് ആഫ്റ്റർ ഓൾ? വിവാഹം എന്ന വാക്ക് ഞാൻ ഇതിനു മുൻപ് ചില വിവാഹ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളവർ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വിവാഹം എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ഭാഷയിലും ആ വാക്കിന്റെ തന്നെ അർത്ഥം വിവാഹം. വാഹം എന്ന് പറഞ്ഞാൽ വഹിക്കുക, വി എന്ന് പറഞ്ഞാൽ ഭാരം. വേദപുസ്തകം എഴുതിയ എബ്രായ ഭാഷയിലും ഗാമോസ് എന്ന് പറഞ്ഞാൽ ഗ ആമോസ്, ഗ ഗെ എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഭൂമിയോട് ബന്ധപ്പെട്ടതായ ഒരു പദമാണത്. ആമോസ് എന്ന് പറഞ്ഞാൽ ബർഡൻ ബെയറിംഗ്, ഭാരം വഹിക്കുക. അപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹം എന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ ഇറ്റ്സ് എ ബർഡൻ ബെയറിംഗ്. ജസ്റ്റിനും നിസിയും കേട്ട് ഭയപ്പെടണ്ട. വിവാഹം ഒരു ഭാരം വഹിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ തലയിൽ ഭൂമിയെ മുഴുവനും കൂടെ വെച്ചു കൊടുത്തിട്ട് ചുമക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് താരതമ്യേന എളുപ്പമായിരിക്കാം. ഏതാ ദുഷ്കരം? കുടുംബജീവിതത്തിന്റെ ഭാരം വഹിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി മോർ ഡിഫിക്കൽട്ട് ദാൻ ബെയറിംഗ് ദ ബർഡൻ ഓഫ് ദ ഹോൾ എർത്ത്. അങ്ങനെയാണെങ്കിൽ ഈ പണിക്കൊക്കെ പോകണോ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. വിവാഹം കഴിഞ്ഞ് ഇത് ഇത്ര വലിയ ഭാരമുള്ളതാണെന്ന് അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് ഇവിടെ നമുക്ക് അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളും അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട്. എന്നാൽ വിവാഹം ഒരു ഭാരമുള്ളതാണെങ്കിലും കുടുംബജീവിതത്തിന്റെ ഭാരം താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തുള്ളതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാമെങ്കിലും ഒരമ്മയോട് ചോദിച്ചു നോക്കണം, അമ്മേ, നിങ്ങളുടെ കുഞ്ഞിന് എത്ര കിലോ ഭാരമുണ്ട്? കുഞ്ഞിന് 8 കിലോ തൂക്കം ഇപ്പോഴുണ്ട്. അല്ല, ഇപ്പോഴീ കുഞ്ഞിന് ഭാരമില്ലേ? ഭാരമുണ്ട്. പക്ഷേ ആ കുഞ്ഞിന് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അതിനെ ചുമന്നുകൊണ്ട് നടക്കാൻ ഒരമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഒരപ്പനാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ കൈക്ക് വേദന എടുക്കുന്നത് പറഞ്ഞ് മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുക്കും. കുഞ്ഞിന് ഭാരമുണ്ടെങ്കിലും ആ ഭാരം ദൈവികമായതുകൊണ്ട്, ദൈവം നൽകിയതായതുകൊണ്ട് ഏത് കുഞ്ഞിൻ്റെയും ഭാരം വഹിക്കാൻ ഏതമ്മയും തയ്യാറാകും. ഇവിടെ മനോഹരമായ ഒരു പാട്ട് നാം പാടുകയുണ്ടായി. എനിക്ക് വളരെ തൃപ്തികരമായി തോന്നുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിനെ കുറിച്ച് ഇന്നത്തെ MC ഒരു കമന്റ് പറയുകയുണ്ടായി. ഇൻ സോറോ ഹി ഈസ് മൈ കംഫർട്ട്, in trouble he is my stay, he tells me every care on him to roll. There is somebody and there is someone who is able to bear the burden of every family. That's why Peter in his epistle says that cast all your burden upon the Lord, for he prospers. Just in you see, there's going to be troublesome days, maybe lack of understanding. There may be days when you will find it difficult to get along, but cling on to the promise of the Lord, that he says that I will never leave you nor forsake you. Cast all your burden upon the Lord, for he prospers. അപ്പൻ്റെ മേൽ ഭാരം വയ്ക്കാൻ പറഞ്ഞിട്ടില്ല, താങ്ങാൻ കഴിവില്ല.
അമ്മയ്ക്കും കഴിവില്ല, കൗൺസിലർമാർക്ക് കഴിവില്ല, സുവിശേഷന്മാർക്ക് കഴിവില്ല. പക്ഷെ ഏത് ഭാരവും വഹിക്കുവാൻ അത്താണിയായി ഒരുവനുണ്ട്, നല്ലവനായ കർത്താവ്. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവൻ. വിവാഹത്തിന്റെ രണ്ടാമത്തെ അർത്ഥം, അതിന്റെ വേദശാസ്ത്രപരമായ അർത്ഥം, ഇൻ ഇറ്റ്സ് തിയോളജിക്കൽ മീനിങ്, മാരേജ് ഓർ ഫാമിലി ഈസ് എ ലൈഫ് ഓഫ് എക്സംപ്ലിഫിക്കേഷൻ. ഞാൻ വളരെ അത്യാവശ്യമായ വാക്കുകൾ മാത്രം പറയട്ടെ. ദൈവദാസൻ ഇവിടെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഒടുവിലായി എഫേസ്യ ലേഖനം 5-ാം അധ്യായം അവസാനിപ്പിക്കുന്ന ഭാഗത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു. ഇത് ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിന്റെ ഒരു നിഴലാണ് എന്ന് പറഞ്ഞാൽ, വിവാഹത്തിൽ സാധിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം ഒരു പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുക, ഏകദേഹമായി തീരുക എന്നുള്ളതാണ്. ഫോർ ദിസ് റീസൺ എ മാൻ ഷാൽ ലീവ് ഹിസ് ഫാദർ ആൻഡ് മദർ ആൻഡ് ബി ജോയിൻഡ് ഹിസ് വൈഫ് ആൻഡ് ദേ ആർ ഗോയിങ് ടു ബി വൺ ഫ്ലഷ്. ദിസ് ഇസ് വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേസ്, ദാറ്റ് living and cleaving together. എന്താ ഈ പറയുന്നതിന്റെ താല്പര്യം? ഓരോ വിവാഹവും ഓരോ വിവാഹ ശുശ്രൂഷയും അതിനേക്കാൾ വലുതായ ഒരാത്മീക അർത്ഥം ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ആത്മീകമായ അർത്ഥം? ഒരു വിട്ടുപിരിയൽ, മറ്റൊന്ന് ഒരു പറ്റിച്ചേരൽ. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ വലിയവനായ ദൈവവും ദൈവത്തിന്റെ സൃഷ്ടികളായ നാമും തമ്മിൽ വച്ചു പുലർത്തേണ്ടതും സ്ഥാപിക്കപ്പെടേണ്ടതുമായ ദൃഢതരമായ ഒരു ബന്ധത്തിന്റെ ഒരു നിഴലാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ അവർ രണ്ടുപേരും വിവാഹ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരോട് അവർ വിവാഹ സമ്മതം പരസ്യമായിട്ട് ചോദിക്കും. ആദ്യം ജസ്റ്റിനോട് ചോദിക്കും, രണ്ടാമത് നിസിയോട് ചോദിക്കും. നിസിയോട് ചോദിക്കുന്ന ചോദ്യം മാത്രം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. എന്താ നിസിയോട് ചോദിക്കാൻ പോകുന്നത്? നിസി, will you have this man Justin to be your wedded husband, to live together after God's ordinance in the holy estate of matrimony? നിസിയിൽ നിന്ന് നാം എല്ലാം പ്രതീക്ഷിക്കുന്നത് ഒറ്റ ഉത്തരമേ ഉള്ളൂ, രണ്ട് ഉത്തരങ്ങളില്ല. Will you have this man? And she knows for sure that this is the man whom the Lord had prepared for me. There are hundreds of men in the world, but this is my man. അവൾ പറയും, yes, I will. ഒരു ചോദ്യം ഇന്ന് വിവാഹവേദിയിൽ ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുഴുവൻ ലോകത്തോടുമായി for the last 20 centuries this question has been asked to all the people of the world. Will you have this man to be your spiritual husband? And who is that man? That is the Lord Jesus Christ, who gave himself for the sin of the whole world. മുഴുവൻ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്നെത്താൻ യാഗമായി തീർന്ന് കുരിശിൽ മരിച്ച ഒരു രക്ഷകനുണ്ട്. There is none who can be compared with that man. And the question comes even today this morning, will you have this man to be your savior and master? ഇതുപോലെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ സമ്മതമാണോ? ഈ വിവാഹ ശുശ്രൂഷ ചൂണ്ടിക്കാണിക്കുന്ന അനുഗ്രഹീതമായ ആത്മീക സന്ദേശം അതാണ്. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ആ ക്രിസ്തുവിനായി നമ്മുടെ ജീവിതങ്ങൾ അർപ്പിക്കണം. And thirdly, in the sociological sense, it's a life of togetherness. A man shall be joined to his wife and they are no more two, but they are going to be one flesh. There is going to be a togetherness. ഇത് ഈ ഐക്യത, ഈ ഏകത്വം ദാമ്പത്യ ജീവിതത്തിന്റെ മുഖമുദ്രയായി തീരുവാനിടയായിത്തീരിക്കണം. There must be a togetherness in communication. There must be a togetherness in application. There must be a togetherness in living together. There must be a togetherness in serving the Lord. There must be a togetherness in reading the scriptures. There must be a togetherness in kneeling down before God and spending time in prayer. There must be a togetherness in spending money for the Lord's work. And there must be a togetherness in entertaining God's people into our homes. A life of togetherness. ഞാൻ ചോദിക്കട്ടെ, when can this togetherness be broken? ഈ ഒന്നായി ചേരുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ? സാധിക്കും. എപ്പോൾ? till death separates you. മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ. ഇതാണ് പ്രതിജ്ഞയുടെ പ്രധാനപ്പെട്ട അന്തസത്ത എന്ന് പറഞ്ഞാൽ, ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു കോൺട്രാക്റ്റ് അല്ല. നിസി എന്നെ അനുസരിച്ച് ജീവിക്കുന്നിടത്തോളം കാലം, as long as she is obedient to me, I will consider her. No, not at all. As long as my husband loves me, no, that's not the matter at all. But what matters? Till death separates you. മരണം വേർപിരിക്കുന്നത് വരെ അതിന്റെ ഉടമ്പടിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏത് ഉടമ്പടി പരിശോധിച്ചാലും ആ ഉടമ്പടിയോട് ചേർന്ന് യാഗാർപ്പണം കാണാം. അതിന്റെ അർത്ഥം മരണം. മരണത്താലല്ലാതെ വിവാഹം ബന്ധം പിരിയപ്പെടുന്നില്ല. ഇന്ന് ലോകത്തിലെ അനേക സ്ഥലങ്ങളിൽ, എന്തിനധികം പറയണം, വേദപുസ്തകത്തെ മുറുകെ പിടിക്കുന്ന വിഭാഗങ്ങൾ പോലും വിവാഹമോചനത്തിന് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഖണ്ഡിതമായി പറയുന്നു,
പാടില്ല, വിവാഹമോചനം പാടില്ല. ഇറ്റ്സ് എ ലൈഫ് ഓഫ് ടുഗദർനെസ് till death separates. And finally, in its practical application, it's a life of dedication. ഭർത്താക്കന്മാരോട് പറയുമ്പോൾ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യമാരോട് പറയുമ്പോൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. സ്നേഹവും കീഴ്പ്പെടലും, ഈ രണ്ട് വാക്കുകൾ നേരത്തെ തന്നെ ഇവിടെ ഉപയോഗിച്ചു കഴിഞ്ഞതാണ്. എങ്ങനെ സ്നേഹിക്കണം? ആ സ്നേഹത്തിൽ സ്വാർത്ഥതയുണ്ടാകാൻ പാടില്ല. ഇറ്റ്സ് എ സാക്രിഫിഷ്യൽ ലവ്. And it must be a giving love. It must be a providing love. It must be a meeting love. സ്നേഹം എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുന്നതല്ല, എന്നെ തന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരാൻ, അതാണ് സ്നേഹം. എന്നെ തന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി സമർപ്പിക്കുക, അതാണ് കീഴടങ്ങൽ. ഈ കാര്യങ്ങൾ ജസ്റ്റിൻ്റെയും നിസയുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതങ്ങളിൽ ഈ 4 മേഖലകളിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തി വിജയകരമായി ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ ആശംസകളും അവർക്ക് നേരുകയാണ്. ഞാൻ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ദയവായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കണമേ. ഇവരുടെ പേരുവിവരങ്ങൾ നേരത്തെ അറിയിച്ചതാണ്. വീണ്ടും ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് അത് വായിച്ച് കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവരുടെ പേരുകൾ വായിച്ചു കഴിയുമ്പോൾ ദയവായി നിങ്ങൾ നിങ്ങളുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണം. ആഫ്റ്റർ ദ റീഡിംഗ് ഔട്ട് ഓഫ് യുവർ നെയിംസ് കൈൻഡ്ലി യു മേ സ്റ്റാൻഡ് അപ്പ് ഇൻ യുവർ റെസ്പെക്റ്റീവ് പ്ലേസസ്. പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാട്ട് മേലത്തേതിൽ മിസ്റ്റർ പി സാംകുട്ടിയുടെയും മിസ്റ്റർ സൂസമ്മ സാമിന്റെയും മകൻ ജസ്റ്റിൻ ഈശോ സാം. യു മേ കൈൻഡ്ലി സ്റ്റാൻഡ് അപ്പ്. പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര കല്ലോത്ത് റിവർ വ്യൂയിൽ മിസ്റ്റർ രാജു കെ തോമസിന്റെയും മിസസ് മോളി കെ തോമസിന്റെയും മകൾ നിസി കെ തോമസ് എന്ന ഈ സഹോദരി. യു മേ കൈൻഡ്ലി സ്റ്റാൻഡ് അപ്പ് ഇൻ യുവർ പ്ലേസ്. വിശുദ്ധ വിവാഹമാണ് ദൈവസഭയുടെ ചുമതലയിൽ ഇവിടെ വെച്ച് നടത്തി കൊടുക്കുവാൻ നാം എല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഇവരുടെ വിവാഹത്തിന്റെ ആലോചനയെക്കുറിച്ചും അതിന്റെ പുരോഗതിയെക്കുറിച്ചും നേരത്തെ തന്നെ നാം കേട്ട് കഴിഞ്ഞതാണ്. വളരെ മാസങ്ങളിലെ പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് ഈ വിവാഹ വേദിയിലേക്ക് അവർ ആനയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവർ വിവാഹിതരായി ദാമ്പത്യ ജീവിതം നയിക്കുന്നതിന് യാതൊരുവിധമായ തടസ്സങ്ങളും ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും മേലിൽ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഈ മംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ എന്ന പ്രാർത്ഥനാ ഗാനത്തോടുകൂടെ നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഇന്നീ മംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നിന്നടിക്കാനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു. നിന്നടിക്കാനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു. അമുരസവിനുണ്ടാക്കി എന്ന പോലെ നേരം വമോ. അമുരസവിനുണ്ടാക്കി എന്ന പോലെ നേരം വമോ. ഇന്നീ മംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. Will you have this woman Nisi to be your wedded wife, to live together after God's ordinance in the holy estate of matrimony? Will you love her, comfort her, honor and keep her in sickness and in health, and leaving all others, keep you only unto her, so long as you both shall live? If you are willing, you may say, yes, I will. Yes, I will. Nisi, will you have this man Justin to be your wedded husband, to live together after God's ordinance in the holy estate of matrimony? Will you love him, obey him, and serve him in sickness and in health, and leaving all others, keep you only unto him, so long as you both shall live? If you are willing, you may say, yes, I will. Yes, I will. Since both of you have given your consent in public and before the triune God, I request you both to give your right hands and receive each other. It's not a man or an assembly, but it is a triune God who has united you together. ഇവരെ യോജിപ്പിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനോ ഒരു സഭയോ ഒരു പ്രസ്ഥാനമോ അല്ല. ഇവരെ യോജിപ്പിച്ചിരിക്കുന്നത് അദൃശ്യനായ ത്രിയേക ദൈവമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയുണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ
The same God who made a wonderful declaration that it's not good for a man to live alone, but I will give him a helpmate comparable. And it is that Almighty God who has united Justin and Nisi. ദൈവം ഇവർക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ. യഹോവ ഇവരെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം അവരുടെ മേൽ പ്രകാശിപ്പിച്ച് ഇവരോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം ഇവരുടെ മേൽ ഉയർത്തി ഇവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. May the good Lord shower all his blessings upon you. ഇപ്പോൾ ഇവർ പ്രതിജ്ഞയുടെ വാചകങ്ങൾ അന്യോന്യം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് പറയുന്നതാണ്. Now it's a time for you to make your pledge one with another. I, Justin, take you, Nisi, to be my wedded wife, to have and to hold from this day forward, for better, for worse, for richer, for poorer, in sickness and in health, to love and cherish till death do us part, according to God's holy ordinance, and thereto I give you my pledge. In the name of Triune God and before these witnesses. I, Nisi, Nisi, take you, Justin, to be my wedded husband, my wedded husband, to have to have and to hold and to hold from this day forward, from this day forward, for better, for better, for worse, for worse, for richer, for richer, for poorer, for poorer, in sickness in sickness and in health, and in health, to love and obey and obey till death death do us part, do its part, according to God's holy ordinance. God's holy ordinance, And thereto and thereto I give you I give you my pledge. my pledge. In the name of In the name of Triune God Triune God and before this witness. സ്വർപ്പുരമി കരാറിന് നടപ്പാക്കും. സാക്ഷി നിൽക്കും നെന്മാനമേ സുർപുരമീ കരാറിന് സാക്ഷി നിൽക്കും നെന്മാനമേ സ്വർഗസ്ഥരീ ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ സ്വർഗസ്ഥരീ ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ നല്ല നാൾ ദൈവം സംയോജിപ്പിച്ച നാൾ നല്ല നാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. വളരെ പ്രധാനമായ ഒരു വേദഭാഗം മാത്രം ഇവിടെ വായിച്ച് കേൾപ്പിക്കാം. ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളെക്കുറിച്ച് നേരത്തെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ എല്ലാവർക്കും തന്നെ പരിചയമുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പരിചയമില്ലാത്തവരുടെ അറിവിലേക്കായി പരസ്യമായിട്ട് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കാം. പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ചോദ്യം, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്നവനെ പരീക്ഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അവൻ അവരോട്, മോശ നിങ്ങൾക്ക് എന്ത് കൽപ്പന തന്നു എന്ന് ചോദിച്ചു. ഉപേക്ഷണപത്രം എഴുതിക്കൊടുത്ത് അവളെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചു എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമത്രേ അവൻ നിങ്ങൾക്ക് ഈ കൽപ്പന എഴുതി തന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിങ്കലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. വീട്ടിൽ വെച്ച് ശിഷ്യന്മാർ പിന്നെയും അതിനെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ അവരോട്, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ അവൾക്ക് വിരോധമായി വ്യഭിചാരം ചെയ്യുന്നു. സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തനുമായി വിവാഹം കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ദാമ്പത്യ ജീവിതത്തോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ പഠിപ്പിക്കൽ തന്നെയാണ്. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്ന ദൈവികമായ പ്രമാണം യേശു ക്രിസ്തു ആവർത്തിച്ച് പറയുക മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് സൃഷ്ടിയുടെ ആരംഭം മുതലേ, മനുഷ്യവർഗത്തിന്റെ ആരംഭം മുതലേ ദൈവം സ്ഥാപിച്ചിരുന്നതും ദൈവം വെച്ചിരുന്നതുമായ അതേ പ്രമാണം
യേശുക്രിസ്തുവിന്റെ കാലത്ത് വീണ്ടും അരക്കിട്ട് ഉറപ്പിച്ച അതേ പ്രമാണം ഇന്നും നമുക്ക് ബാധകമാണ്. ഈ വേദഭാഗത്തിന്റെ ലളിതമായ അർത്ഥം യാതൊരു കാരണവശാലും വിവാഹമോചനം അനുവദിക്കപ്പെടുകയില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ വീണ്ടും ഈ വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഐ എം വെരി ഷുവർ ദാറ്റ് Justin and Nissi, you are very familiar with the meaning of this passage. When a question was asked to the Lord whether is there any possibility for a man to put away his wife or a woman to put away her husband, the Lord said, he made it very clear that in no way divorce is permitted. Therefore, I am going to read out that verse once again. After the reading of that verse, you may join together with me in saying Amen. ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളോട് ചേർന്ന് ഈ വചനത്തിന്റെ മുമ്പാകെ ദൈവിക പ്രമാണമായതുകൊണ്ട് ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ വാക്യം വായിക്കാം. ഒടുവിലായിട്ട് നമുക്ക് ആമേൻ പറയാം. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹം അത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഫോർ ദിസ് റീസൺ എ മാൻ ഷാൽ ലീവ് ഹിസ് ഫാദർ ആൻഡ് മദർ ആൻഡ് ബി ജോയിൻഡ് ടു ഹിസ് വൈഫ്. They are no more two, but one flesh. Therefore, that which the Lord has united, let no man separate. Amen. ദൈവം സ്ഥാപിച്ച ഈ കുടുംബത്തെ ദൈവകരങ്ങളിൽ പ്രാർത്ഥിച്ച് നമുക്ക് ഫലമേൽപ്പിക്കാം. ഇവരോട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം, ആദരവ് എന്ന് പറയുന്നത് എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥനയിൽ സഹകരിക്കാൻ കഴിവുള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കുകയും ആ സമയത്ത് ഇവർക്ക് വേണ്ടി മൗനമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. Dear Justin, Nissi, it's a solemn occasion. For the last many decades, your parents have been praying for this moment, and you were also praying for this day and for this moment. The Lord made it, and in His wonderful plan and providence, it is He who has joined you together. It's comparatively easy to get into a family life, but it is very harder to get along as days go by. But as we heard, the Lord Jesus is there, the one who went to the marriage home of Cana. He is the same Lord. What a friend we have in Jesus. He is there to take away all the burden, all the necessities, and all the provisions of your family. So dedicate yourself afresh into the hands of the Lord. Let this few moments may be a time of dedication and prayer. Silently ask the Lord to give you grace enough to become an exemplary, sympathetic, loving husband and a loving and obedient wife. There is no other way, no other shortcut except asking the Lord to give His grace, even at the very moment of your first moment of your family life. The Lord is there to provide on the mercy seat His grace and mercy. Spend time in prayer together. Get involved in the assembly activities wherever you are placed. Respect and consider your parents, especially when they become old. Entertain the servants of the Lord into your home and extend hospitality towards them. You have been brought up in spiritual families where you have seen it from your childhood, how your parents are involved in the things of God, in the activities of the local assemblies. Follow the pattern as the days go by. ആകാശം ഭൂമി ഇവ നിർമ്മിച്ച ദേവദേവനാൽ നിങ്ങൾ ഇന്നു മുതൽ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ.
സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ ഞങ്ങളെ അനുഗ്രഹിച്ച സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ അനേക ദിവസങ്ങളിലെ ആയിരക്കണക്കിന് ദൈവമക്കളുടെയും സ്നേഹിതരുടെയും പ്രാർത്ഥനകൾക്ക് അവിടുന്ന് കനിഞ്ഞുത്തരമരളിയ ഈ മനോഹരമായ ദിവസത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് സകലത്തിൻ്റെയും മേൽ, പ്രകൃതിയുടെ മേൽ, സൃഷ്ടിയുടെ മേൽ, മനുഷ്യരുടെ മേൽ, ഞങ്ങളുടെ മേൽ അതീശ അധികാരം നടത്തുവാൻ മതിയായ കഴിവുള്ള ദൈവമായിരിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും അങ്ങയെ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവ്, ഇന്ന് ഈ വിവാഹ സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ മേലത്തേതിൽ സാങ്കുടിച്ചായനോടും കുടുംബത്തോടും, കല്ലോത്ത് റിവർവ്യൂവിൽ രാവിച്ചായനോടും കുടുംബത്തോടും അവിടുന്ന് കാണിച്ച അവിടുത്തെ സ്നേഹത്തിനായും വിശ്വസ്തതയ്ക്കായിട്ടും സ്തോത്രം. കർത്താവെ, അവിടുന്ന് അവർക്ക് മക്കളെ നൽകി. പ്രിയ ജസ്റ്റിനെയും നിസിയെയും ആ കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ അവിടുന്ന് ഭാഗ്യം നൽകി. ആത്മീകമായ ശിക്ഷണം അവർക്ക് നൽകുവാൻ മാതാപിതാക്കന്മാരെയും സ്ഥലം സഭകളെയും ദൈവദാസന്മാരെയും അവിടുന്ന് ഉപയോഗിച്ചു. അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം നൽകുവാൻ അവിടുത്തെ കൃപ ധാരാളമായിട്ട് നൽകി അനുഗ്രഹിച്ചു. ദൈവകൃപയിൽ നിലനിന്ന് നല്ല സാക്ഷ്യം പുലർത്തി ഇത്രത്തോളം ആകുവാൻ അവിടുന്ന് ഇട നൽകി. കർത്താവ്, ഇന്ന് അവർക്ക് കുടുംബജീവിതം നൽകി അനുഗ്രഹിപ്പാൻ അവിടുന്ന് മനസ്സ് വെച്ചതിനായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയ ജസ്റ്റിനായി നിസിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത ശാശ്വതമായ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരുന്ന നാളുകളിൽ അവിടുന്ന് അവർക്ക് നൽകിയിട്ടുള്ളതായ എല്ലാ സാധ്യതകളും, അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ജോലിയുമെല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീരുവാൻ, അനേകരുടെ ആത്മീകമായ നന്മയ്ക്ക് അത് കാരണമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏറ്റവും മാതൃകാപരമായ ഒരു നല്ല കുടുംബജീവിതം അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അവിടുത്തെ വരവിന് താമസമെങ്കിൽ അനുഗ്രഹീതമായ തലമുറകളെ നൽകിയും അവരെ പരിശീലിപ്പിച്ച ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചും ജീവിക്കുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാ കൃപയും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. എല്ലാ ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഒരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതും ആ സമയത്ത് മംഗളഗാനം കേൾക്കുന്നതുമാണ്. നിത്യന്റെ കാന്ത്യ പ്രത്യോദനൻ പോൽ പ്രകാശിച്ചു നിൽക്കും സത്യോഗമാമുള്ള ദിവ്യാനങ്ങൾ ഈ ദമ്പതിക്കേക ശ്രീയേശുനാഥ, ഈ ദമ്പതിക്കേക ശ്രീയേശുനാഥ. ഭോഗങ്ങളെല്ലാം ആത്മാനുഭൂതിയിൽ നിസ്സാരമാക്കി കാണാൻ കരുത്തുള്ള സ്വർഗീയ കണ്ണാൻ ശോഭിക്കമാറാക ശ്രീയേശുനാഥ, ശോഭിക്കമാറാക ശ്രീയേശുനാഥ. സാധുക്കളായുള്ള മർത്യർക്കു വേണ്ടി ചാതുര്യയജ്ഞം കഴിച്ചേതു നാളും മാധുര്യദാനം പൊഴിക്കുന്ന കൈകൾ ഈ ദമ്പതിക്കേക ശ്രീയേശുനാഥ, ഈ ദമ്പതിക്കേക ശ്രീയേശുനാഥ. മണാളന്റെ
I make this declaration and announcement in the name of the triune God that this day Justin and Nisi are united together in the holy wedlock. Therefore, they have the freedom to live together as husband and wife in the society. That which the Lord has united, let no man separate. രാജ്യത്തിൻ്റെ നിയമത്തിന് അനുസരിച്ചും ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് അനുസരണമായും ദൈവജനത്തിനിടയിലെ രീതി പ്രകാരവും ജസ്റ്റിനും നിസിയും വിവാഹിതരായി തീർന്നിരിക്കുന്നതിനാൽ ദമ്പതികളായി ജീവിക്കുവാനുള്ള അവരുടെ സ്വാതന്ത്ര്യം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണമനുസരിച്ച് ഇതുവരെ അവർ ജസ്റ്റിനും നിസിയുമായിരുന്നു. ഇന്ന് അവർക്കൊരു പുതിയ പേര് വചനപ്രകാരം നൽകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആ പേര് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാവരും കൈകൊട്ടി അവരെ അംഗീകരിച്ച് അവരെ അഭിനന്ദിക്കാവുന്നതാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ജസ്റ്റിൻ. I take this time to congratulate both of you. What a joy, what a wonderful day is this. Justin and Nisi, a wonderful family for the glory of God in the land of India. We are coming to the close of the program, and we have now felicitations, time for felicitations. ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുവാൻ കഴിയുന്ന ഒരു കുടുംബമാണ് ജസ്റ്റിൻ ദമ്പതികളുടെ കുടുംബം. അതുകൊണ്ട് അവരെ ആ നിലയിൽ ഇന്ത്യയുടെ മിഷണറി പ്രവർത്തനത്തിൽ ഇതേ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ തന്നെ വിളിച്ചിട്ട് അവരെ കൂടെ ഈ ദൗത്യത്തിലേക്ക് ആനയിക്കുവാനുള്ള ഒരു ചുമതലയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഡോക്ടർ ജോൺ എബ്രഹാം, along with his secular job, along with his medical profession, is in the ministry of the Lord Jesus Christ, and he will be felicitating on behalf of us. And also Brother Roy Matthews from Doha, he is representing all the people from abroad. I know that a lot of people are watching this program abroad, across the world. On behalf of you all, those who are watching across the world, we appreciate your concern and prayer and congratulations and felicitations. So to represent you, we have one person, and that's Brother Roy Matthews from Doha. So now over to Dr. John Abraham, followed by Brother Roy Matthews. Praise the Lord. This is the day which the Lord has made, and we will indeed rejoice in it. I think along with me, along with all the families who gathered here, I think all of us can truly say this is the day which the Lord has made. As we heard earlier, how the climate was behaving yesterday and today how the climate is. We indeed can say, and how beautifully the service has been conducted, that this indeed has been a day which is blessed by our Lord and Savior, Lord Jesus Christ. May I take this opportunity to sincerely thank the organizers for having given me the privilege to be seated here along with the eminent people, God's servants on the dais, and giving me the opportunity to felicitate the couple and to be the first one after our MC to say and wish you both a very happy married life. Let me tell you, when we look at both of their faces itself, one thing which we know is their smiling faces. You ask anyone where these two have been, and they will tell you the first thing which comes to your mind is the smiling faces. It's been a privilege for me to have been along with Justin in various programs when he has been associated with CMF, the Christian Medical Fellowship, and while he was studying in Kolanjeri. Let me tell you one thing which even when I was studying in CMC Vellore, which I really craved for, was the respect of juniors and colleagues. And this man sitting here, let me tell you, is one man who commands the respect without being forceful, but lovingly from all his juniors and all his colleagues and even his teachers. They know him as a God-fearing gentleman, and really praise God for that. And about Nisi, while she was studying in Nicholson School here, and while she is still studying in AJ Shetty, one thing, as I address their many gatherings and teens programs, she always approaches me and tells me, I have a friend, how can I bring her to Christ? I have a friend who has this problem, how can I solve it? Let me tell you, among the young girls coming up,
She is a bright star standing out. Someone who is so craving for everyone to know the Lord's word. And my dear Justin and Nissi, as we have heard many of our eminent people telling, it's a tough road ahead. Individual lives lived in your own ways, but now somebody else controlling each other. But beyond all that, let me tell you that this God of Word, the blueprint which you have in your hand, no guidance, no counselors, nothing else can help you. Just this Word of God. And as the days go by, on behalf of all the members who gathered here, on behalf of my family, on behalf of the Edakkanambal family, let me wish you a Christ-oriented, grace-filled, spirit-controlled married life. May God bless you both. Thank you. Let me join Dr. John Abraham to express my sincere gratitude for giving me this opportunity to say a few words of felicitation. Felicitation is a time to express our joy and to wish the newly wedded couple all the very best. അതായത് നമ്മുടെ സന്തോഷവും നമുക്കുള്ള ആ ആഹ്ലാദവും പ്രകടിപ്പിക്കാനുള്ള സമയമാണ് ഫെലിസിറ്റേഷൻ. അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാവിധ നന്മകൾ നേരാനുള്ള ഒരവസരവുമാണ്. I really thank God for the blessed spiritual lineage these two have. God has been using their parents for the extension of God's glory and His kingdom for the last several years. I was fortunate enough to be associated with Rai Chan as well as Sangut Chan on many occasions for the glory of God. I would like to first of all congratulate both Justin and Nissi on behalf of all who are seated here, and may God bless you and give you all the very best in your married life. Now, I was talking about their spiritual lineage. They have a blessed family background. Their parents are working for the glory of God. Now, you have got a very big responsibility. You have entered into a blessed phase of your life. We read in Hebrews that the marriage is honorable in all. I was looking at some other translations to see the real meaning of this verse. മലയാളത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ വേറൊരു ട്രാൻസ്ലേഷനിൽ എനിക്ക് വായിക്കാനായിട്ട് ഇടയായി തീർന്നത് മാരേജ് ഈസ് ടു ബി ഓണേർഡ് ബൈ ഓൾ. എല്ലാവരാലും മാനിക്കപ്പെടേണ്ടുന്ന ഒന്നാണ് ഈ വിവാഹം എന്നുള്ളത്. Why is marriage to be honored by all? What are the reasons? When I was looking into the scriptures, I have found two reasons. Number one, marriage is to be honored because God Himself has instituted this. Therefore, you need to honor this marriage. Secondly, this is the only vehicle or this is the only medium through which God wants to emulate the blessed relationship Christ has with His church. ക്രിസ്തുവും സഭയും തമ്മിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ബന്ധം ലോകത്തിന് കാണിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സംവിധാനമാണ്, ഒരു സ്ഥാപനമാണ് ഈ വിവാഹം എന്നുള്ളത്. Therefore, because of these two vital reasons, you are to honor the marriage. Let me add one more thing along with it. Any failure in a married life will definitely give a distorted picture of this blessed relationship. ക്രിസ്തീയ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ, പരാജയങ്ങൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ബന്ധത്തെ വികൃതമായിട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. You may be wondering, how can we be 100% successful? We are all human beings at the end of the day. We have limitations. We have weaknesses. Let me tell you, our Lord Jesus Christ has promised Apostle Paul that my grace is sufficient to you. His grace is there to make you successful. His grace is there to strengthen you in your weaknesses. When we go to the wedding at Cana, we can see that there was a shortage, right? What did they do? They brought that shortage to the Lord.
In the days to come, may God help you and guide you so that you will be able to, as Dr. John Abraham said, you will be able to lead a Christ-centered married life. ദൈവം നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് സകല നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നൽകി തരട്ടെ. ആ ക്രിസ്തുവും സഭയും തമ്മിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ബന്ധം ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ നിങ്ങളുടെ പ്രൊഫഷനിൽ കൂടി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കൂടി ദൈവം നിങ്ങൾക്ക് അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ പേരൻസ് കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് കർത്താവിൻ്റെ ആ വലിയ കമ്മീഷൻ ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷം അറിയിക്കുമ്പോൾ ആ ദൗത്യം നിങ്ങളുടെ ജീവിതത്തിലും നിവർത്തിക്കുവാൻ ഈ കുടുംബജീവിത മുഖാന്തരം ഇടയായി തീരട്ടെ. സർവ്വകൃപാലുവായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശസ്സുകളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, brothers. Not only these ones, from people from across the world. I told you, ഒരുപാട് പേര് നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ഇവരുമായിട്ട് മിഷൻസിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ വിളിച്ച് ഇവർക്ക് ആശംസകൾ അറിയിക്കണമെന്ന് പറഞ്ഞു. US-ൽ നിന്നും അതുപോലെ ഗൾഫ് കൺട്രീസിൽ നിന്നും അവർക്ക് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് ആശംസ അറിയിക്കുന്നു. Now it's time for vote of thanks. ഈ കല്യാണം ജസ്റ്റിൻ്റെയും നിസയുടെയുമാണ് അവരുടെ പേരൻസ്. അതുകൊണ്ട് ഞാൻ ബ്രദർ സാങ്കുട്ടിച്ചായനെയും രാജുവിനെയും രണ്ടുപേരെയും കൂടെ ക്ഷണിക്കുകയാണ്. So you both may come and present your vote of thanks. Please. അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ അതിഥികൾക്കും കർത്തൃദാസന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുകയാണ്. വോട്ട് ഓഫ് താങ്ക്സ് നീട്ടിക്കൊണ്ടുപോയി നിങ്ങളെ വീണ്ടും സമയം നീട്ടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ദൈവം ചെയ്ത വലിയ നന്മ ഓർത്തുകൊണ്ട് ദൈവത്തിന് സർവശക്തനായ ദൈവത്തിന് നന്ദി കരയേറ്റേണ്ടത് ആവശ്യമാണല്ലോ. ഇന്നലെ പകൽ ഈ സമയത്ത് ഞാനിവിടെ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ സ്ഥിതിയാണ് നാളെയെങ്കിൽ ഈ പ്രോഗ്രാം എങ്ങനെ നടക്കും? സാധാരണ ഒരു തുള്ളിക്ക് ഒരു കുടം എന്നാണ് പറയുന്നത്. ഇതൊരു ഒരു തുള്ളിക്ക് 5 കുടം വെച്ച് വീഴുന്ന സാഹചര്യമായിരുന്നു. ഇവിടെ വലിയൊരു കാറ്റടിച്ചു. ഞങ്ങളൊക്കെ ഭയന്നു, ഇതെല്ലാം ഇവിടുത്തെ സെറ്റപ്പ് എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിപ്പോയി. എന്നാൽ ഒന്നും ഒരു പ്രയാസത്തിന് കാരണമാകാതെ ദൈവം സൂക്ഷിച്ചു. ഇന്ന് പകൽക്കാലം നമ്മൾക്കൊന്നും ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ നമ്മൾക്കൊന്നിച്ച് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹകരമായി നടപ്പാൻ തക്കവണ്ണം ഇടയാക്കിയ സർവകൃപാലുവായ സർവശക്തനായ സർവത്തെയും നിയന്ത്രിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന് എല്ലാ സ്തുതിയും മഹത്വവും നന്ദിയും ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എനിക്ക് രണ്ട് മക്കളെയാണ് നൽകി തന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരെ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം, തക്ക സമയത്ത് അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുപ്പാൻ തക്കവണ്ണം, തക്ക സമയത്ത് അവർ കർത്താവിനെ സ്വന്തം സ്വീകരിപ്പാൻ തക്കവണ്ണം, കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് കർത്താവിൻ്റെ വഴികൾ നടക്കുവാൻ തക്കവണ്ണം 2 കുഞ്ഞുങ്ങൾക്കും ഇടയായിട്ടുണ്ട്. അതിൽ എൻ്റെ മകൻ്റെ വിവാഹം ചില വർഷങ്ങൾക്ക് ശേഷം നടക്കുകയുണ്ടായി. അതിനുശേഷം 2 വർഷത്തിന് മുൻപ് എൻ്റെ മകളുടെ വിവാഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിൽ ഒന്ന് ആലോചിച്ചപ്പോൾ ദൈവം തക്ക സമയത്ത് ഒരു പൈതലിനെ അവൾക്ക് വേണ്ടി കരുതിയിരുന്നു. കുമ്പനാട്ടുള്ളതായ മേലത്തേതിൽ സാങ്കുട്ടിച്ചായൻ്റെ മകൻ ജസ്റ്റിൻ. മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. ദൈവത്തിൻ്റെ ഒരു ദാനം കൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം, ദൈവം തന്ന ഒരു ദാനം കൂടെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നിസിമോള് കഴിഞ്ഞ ചില വർഷങ്ങളായി മംഗലാപുരത്ത് പഠിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുന്ന സ്ഥാനത്ത് സാക്ഷ്യമുള്ള പൈതലായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാണിച്ച എല്ലാ കരുണയ്ക്കായും ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല് ഇന്ന് പോൽക്കാലം ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും നന്ദി കരയേറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. ഇവിടെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഈ ശുശ്രൂഷ നടത്തുവാനായും ഇതിൽ പങ്കുകൊള്ളുവാനായും കടന്നു വന്ന അനേക കർത്തൃദാസന്മാരുണ്ട്. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷ നടത്തി തന്ന നമ്മുടെ ഒക്കെയും മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ വർഗീസ് കുര്യൻ ബ്രദർ, മാത്രമല്ല ഈ വിവാഹ ശുശ്രൂഷയിൽ നമുക്ക് ആവശ്യമായ ദൈവവചനം വിഭാഗിച്ചു തന്ന ബ്രദർ ചാണ്ടപ്പിള്ള, ഈ ശുശ്രൂഷയിൽ ആവശ്യമായ
എല്ലാ സാന്നിധ്യം കൊണ്ടും തങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും തങ്ങളുടെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കിയ നമ്മുടെ കർത്തൃദാസന്മാരായ ഡോക്ടർ OM സാമുവേൽ, ബ്രദർ MM സക്കറിയ, മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്തൃദാസന്മാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രിയ സാങ്കുട്ടിച്ചായൻ്റെയും പേരിലുള്ളതായ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് നന്ദി അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ഷമ ഞാൻ പരിശോധിക്കുകയായിരിക്കും. അതിന് ഞാൻ ഇപ്പോൾ നീങ്ങുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സാഹചര്യത്തിൽ, ഈ പ്രതികൂല സാഹചര്യത്തിലും കടന്നു വരുവാൻ കഴിയില്ല എന്ന് അനേകം ഓർത്താണ്. എന്നാൽ എല്ലാവരും കടന്നു വരുവാൻ തക്കനിടയായി. ഞാൻ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്, കേരളത്തിലുള്ള ഇവിടെയുള്ളതായ അനേക ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മൈനിങ് ആൻഡ് ജിയോളജി, പഞ്ചായത്ത്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ അനേക ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് കടന്നു വന്നതായ ഓഫീസേഴ്സ്, ഉദ്യോഗസ്ഥരുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായ അനേകരുണ്ട്. അവരെ ഓർത്ത് ഞാൻ നന്ദി കരയേറ്റുന്നു. അവർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ വിവാഹത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ മൊത്തമായ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തക്ക സമയത്ത് കടന്നു വന്ന് ഇത് ഏറ്റവും മംഗളകരമാക്കി തീർത്ത എല്ലാ ബന്ധുമിത്രാദികളും, ഞാൻ പേരെടുത്ത് ആരുടെയും പറയുന്നില്ല, എല്ലാ ബന്ധുമിത്രാദികളും ഉള്ളതായ സ്നേഹവും സന്തോഷവും ഈ സമയം അറിയിക്കുകയും അവരുള്ള നന്ദി ഈ സമയം അറിയിക്കുകയുമാണ്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കടന്നു വന്നവരുണ്ട്. പ്രത്യേകാൽ നമ്മളുടെ ഈ ക്യാമ്പ് സെൻ്ററിൻ്റെ വളരെ കാലത്തെ പ്രസിഡൻ്റായിരിക്കുകയും ഈ ശേഷൻ ബാലസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുകയും ചെയ്ത പ്രൊഫസർ PB സ്കറിയ സാറ് വളരെ ശാരീരികമായി വളരെ ബലഹീനനായിരുന്നു. എങ്കിലും താൻ വളരെ ആഗ്രഹിച്ച് ഇന്നലെ തന്നെ ഇവിടെ കടന്നു വരികയും കുടുംബമായി കടന്നു വരികയും ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുകയും ചെയ്യുണ്ടായി. പ്രത്യേകാൽ പ്രിയ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളുടെ നന്ദി ഈ സമയം പ്രത്യേകാൽ അറിയിക്കുകയുമാണ്. കേരളത്തിന് ആ ഭാഗത്തു നിന്ന് മാത്രമല്ല, വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന്, ദുബൈയിൽ നിന്നും അമേരിക്കയിൽ നിന്നും മറ്റ് ഗൾഫ് നാടുകളിൽ നിന്നും കടന്നു വന്ന അനേക ഫ്രണ്ട്സുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള നന്ദി ഈ സമയം പ്രത്യേകാൽ അറിയിക്കുകയുമാണ്. ഇവിടെ കടന്നു വന്ന, ഇവിടെ പാട്ട് പാടിയവരുണ്ട്, ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ ചെയ്തവരുണ്ട്, ഫോട്ടോഗ്രാഫി ചെയ്തവരുണ്ട്, ഇതിൻ്റെ ഫുഡ് ക്രമീകരണങ്ങൾ ചെയ്യുന്നവരുണ്ട്, സെക്യൂരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, ഈ എൻ്റെ സഹോദരങ്ങളായിട്ട് സുവിശേഷൻ ബാലസംഘത്തിൻ്റെയും പ്രവർത്തകരും ഇവിടെ സുവിശേഷന്മാരുമായിരിക്കുന്ന അനേകർ ഈ പ്രവർത്തനത്തിൽ ഇതിൻ്റെ ആവശ്യങ്ങളിൽ കടന്നു വന്ന് കൈ തുറന്ന് സഹായിച്ച് കൈ മെയ് മറന്ന് അവർ അധ്വാനിച്ചവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന പ്രത്യേകാൽ പ്രിയ എബ്രഹാം തോമസ് കഴിഞ്ഞ 3 ദിവസമായി ഈ ക്യാമ്പ് സെൻ്ററിലാണ്. ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് ഈ കാര്യങ്ങളൊക്കെ നോക്കി ഏറ്റവും ഭംഗിയായി ഇന്നലെ രാത്രി ഒരു മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെയും ക്രമിച്ച പ്രിയ എബ്രഹാം തോമസ് പ്രത്യേകാൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. മറ്റുള്ള സുവിശേഷൻ ബാലസംഘത്തിൻ്റെയും മറ്റുള്ള എല്ലാ സുവിശേഷന്മാരോടുമുള്ളതായ നന്ദിയും ഈ സമയം അറിയിക്കുകയാണ്. ഈ ക്യാമ്പ് സെൻ്റർ ഇതൊരു ഞങ്ങളുടെ ഒരു സുവിശേഷൻ ബാലസംഘത്തിൻ്റെ വകയായ ഒരു ക്യാമ്പ് സെൻ്ററാണ്. ഈ കാര്യത്തിന് വേണ്ടി വിട്ടുതരുവാൻ തക്കവണ്ണം മനസ്സായ ഈ ക്യാമ്പ് സെൻ്ററിൻ്റെ ഭാരവാഹികളോടുള്ളതായ നന്ദി പ്രത്യേകാൽ ഈ സമയം അറിയിക്കുകയാണ്. മറ്റ് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും പ്രിയ സാങ്കുട്ടിച്ചായൻ്റെ ക്ഷണം സ്വീകരിച്ചും ഞങ്ങളുടെ ഇരു ഭവനങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികൾ, ബിസിനസ് ബിസിനസ് ക്ലയൻസ്, മറ്റ് സപ്ലയേഴ്സ് എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. അനേക കോൺട്രാക്ടർമാർ, PWD കോൺട്രാക്ടർമാർ, അങ്ങനെയുള്ളതായ ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അനേകർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയുവാൻ തക്കൊണ്ട് കഴിയില്ല. എല്ലാവർക്കും ഉള്ളതായ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. വളരെ ക്ലേശം സഹിച്ച് യാത്ര ചെയ്തു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നന്ദിയും ഈ സമയം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദ്യമായി എനിക്ക് ഇങ്ങനെ അവസരം തന്ന പ്രിയ രാജു കെ തോമസിനോട് നന്ദി ഞാൻ അറിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വിഷയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ദൈവത്തിന് ഒരു നന്ദി ആദ്യം പറയുന്ന എനിക്ക് ചുമതലയുണ്ട്. ആ കാര്യം ചെയ്തുകൊണ്ട് അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി വടശ്ശേരിക്കര സഭയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കുമ്മനാട് സഭയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് അബുദാബിയിലുള്ള ദൈവമക്കൾ, ഗൾഫിലുള്ള അനേക ദൈവമക്കൾ, വിദേശ അമേരിക്കയിലും മറ്റു രാജ്യവും അനേകരുണ്ട്. അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്,
ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് മാത്രമായിട്ട് ചിലർ ഗൾഫിൽ നിന്നും USA നിന്നും നോർത്തിൽ നിന്നും കടന്നു വന്നിട്ടുണ്ട്. അവരെ പേര് ഞാൻ പറയുന്നില്ല. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ കുടുംബത്തിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ചില പ്രത്യേക ശുശ്രൂഷകളൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ആ കാര്യങ്ങൾ ഒരു വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കുമ്മനാട് കൺവെൻഷനിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന അനേക സ്ഥലം സഭകൾ, അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, കുമ്മനാട് ബ്രദറൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതിന് ചുമതലക്കാർ, പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, കുമ്മനാട് ഗിദിയോൻസ് അംഗങ്ങൾ, ക്യാബിനറ്റ് മെമ്പേഴ്സ്, SBS പ്രവർത്തകർ, TMM ഹോസ്പിറ്റൽ ട്രസ്റ്റ് അംഗങ്ങൾ, TMM ഹോസ്പിറ്റലിലെ ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, എൻ്റെ മകൻ ജ്യേഷ്ഠനോടൊപ്പം പ്രവർത്തിച്ച ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ്, ബൈബിൾ സാഹിത്യ പ്രവർത്തക അംഗങ്ങൾ, സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ്റെ ജില്ലാ പഞ്ചായത്ത് വാർഡ് ഭാരവാഹികൾ, കുമ്മനാട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, KM ഫണ്ടിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റുഡന്റ് അസോസിയേഷൻ്റെ കേരള ഘടകം ചെയർമാൻ സെക്രട്ടറി, എൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന NM സ്കൂൾ കുമ്പനാട് കരിമ്പുല സ്കൂളിലെ ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, എന്നോടൊപ്പം അബുദാബിയിൽ ദീർഘകാലം ജോലി ചെയ്തവർ, നാട്ടിൽ എന്നോടൊപ്പം BSNL ജോലി ചെയ്തവർ, 45 വർഷം മുമ്പ് കാണാൻ അനേകരോടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ജ്യേഷ്ഠനോടൊപ്പം അബുദാബിയിലും കോലഞ്ചേരിയിലും മംഗലാപുരത്തും പഠിക്കുകയും ഒന്നിച്ച് വർക്ക് ചെയ്യുകയും ചെയ്ത സ്റ്റുഡൻസ്, ഡോക്ടേഴ്സ്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ കോലഞ്ചേരിയിൽ നിന്ന് അനേക കുഞ്ഞുങ്ങൾ അനേക ഡോക്ടേഴ്സ് കടന്നു വന്നിട്ട് അവർക്കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജ്യേഷ്ഠൻ കോലഞ്ചേരിയിലായിരുന്നപ്പോൾ കടമറ്റ വളരെ പ്രോത്സാഹിപ്പിച്ചു. അവരെ ഓർത്തും അബുദാബി സഭയോർത്തും ഇപ്പോൾ പഠിക്കുന്ന മംഗലാപുരത്തുള്ള സ്ഥലം സഭയോർത്തും ശുശ്രൂഷയോർത്തും ഞാൻ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കേരള ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് ഭാരവാഹികൾ, അതുപോലെ എൻ്റെ മകൻ ജേക്കബ് കൂടി വരുന്ന ഡിട്രോയിറ്റ് സഭ, അവൻ ക്രിസ്ത്യൻ ഏർപ്പെട്ടിരിക്കുന്ന brethren.news.com, തത്സമയ.com ടീം അംഗങ്ങൾ, എൻ്റെ മകൾ പഠിക്കുന്ന കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകർ, സ്റ്റുഡൻസ്, കുമ്മനാട് BSL സ്റ്റാഫ്, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ, ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഉള്ള അനേക സ്ഥലസഭകൾ കടന്നു എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഇരു കുടുംബങ്ങളുടെയും നന്ദി അറിയിക്കുകയും ചെയ്യുന്ന ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ച പ്രിയ രായ്ച്ചാനോടും സാങ്കുട്ടിച്ചാനോടും ഞാൻ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഈ മനോഹരമായ ഓഡിയൻസിനോട് ഞാൻ നന്ദി പറയുന്നു. ഇത്രയും പ്രൗഢഗംഭീരമായ ശാന്തമായി ഈ കാര്യങ്ങൾ ആസ്വദിച്ച ഒരു ഓഡിയൻസ് വളരെ വിരളമാണ് പലപ്പോഴും. എന്നാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത നിങ്ങളോട് ഞാൻ നന്ദി പറയുവാൻ കടപ്പെട്ടവനാണ്. ആസ് ദ മാസ്റ്റർ ഓഫ് സെറമണി മനോഹരങ്ങളായിട്ടുള്ള ഗാനങ്ങൾ കേട്ട് ഇനി നമുക്ക് റിസപ്ഷനിൽ അത് കേൾക്കാനുള്ള സമയമുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ്, യു ഡിഡ് എ വണ്ടർഫുൾ ജോബ്. നോ ഒബ്സ്റ്റക്കിൾസ്. താങ്ക് യു വെരി മച്ച്. ഈ ശുശ്രൂഷ ഇവിടെ ഇപ്പോൾ കർത്താവിൻ്റെ വലിയൊരു ദാസൻ MM സക്രിയാച്ചായൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചു. അവിടുത്തെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി വീണ്ടും സ്തോത്രം ചെയ്യുകയും നമുക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവായ ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അത്ഭുതകരമായി സ്നേഹിക്കുന്ന മഹത്വമുള്ള പിതാവായ ദൈവമേ, അവിടുന്ന് നിന്റെ ജനത്തിനു വേണ്ടി സകലവും നിർവഹിക്കുന്ന അത്ഭുതവാനായ ദൈവമായതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. എന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി സകലവും കരുതുന്ന നല്ല ദൈവമാണ് എന്ന് ഓരോ സംഭവങ്ങൾ മൂലവും നിന്റെ ജനത്തിനോടൊന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളുടെ മക്കളുടെ വിവാഹ കർമ്മത്തോടുള്ള ബന്ധത്തിൽ കരുണയേറെ കർത്താവേ, ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ഇത്രമാത്രം അനുഗ്രഹകരമായ നിലയിൽ നിർവഹിക്കുവാൻ അവിടുന്ന് പ്രസാദിച്ചു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന് അവിടുത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ നിന്റെ മക്കൾ അവരുടെ ഭാരങ്ങൾ, കുടുംബഭാരങ്ങൾ, കാര്യങ്ങളൊക്കെ മക്കളുടെ കാര്യങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിച്ചു. അതോരോന്നും അവിടുന്ന് നിർവഹിക്കുന്നവനാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. ഇന്ന് നൽകിയ എല്ലാ കൃപകൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹിതരായി തീർന്ന പ്രിയ ജസ്റ്റിനും നിസിക്കും വേണ്ടി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ മക്കളായി തീരുവാനും ബാല്യത്തിൽ തന്നെ അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് ആ കാൽച്ചൂടുകളെ പിന്തുടരുവാനും നീ അവർക്ക് ഭാഗ്യം നൽകി. ഭൗമികമായും ആത്മീയമായും ആവശ്യമുള്ള ക്രമീകരണങ്ങളും നന്മകളും നൽകി വിദ്യാഭ്യാസവും മറ്റ് ജോലികളും എല്ലാ കാര്യത്തിലും അവരെ നടത്തുകയും സഹായിക്കുകയും ചെയ്തു. സകല കൃപകൾക്കായും ഞങ്ങൾ നന്ദിയോടുകൂടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഇന്ന് ആ അനുഗ്രഹീത കുടുംബ ബന്ധത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. നല്ലവനായ കർത്താവേ, നിന്നോട് ചേർന്ന് നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയുവാൻ തക്കോണം അവിടുന്ന് അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. യഹോവ ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരു കുടുംബജീവിതം നീ അവർക്ക് നൽകിയിരിക്കുകയാണ്. കർത്താവേ, നിന്നോടുകൂടെ ദീർഘിത പ്രകാരം കുടുംബജീവിതം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൊണ്ടും പ്രിയപ്പെട്ടവർക്ക് സഹായിക്കണമേ. അവരുടെ കുടുംബജീവിതം തൻ്റെ ജനം പ്രാർത്ഥിച്ച് അവിടുത്തെ കാര്യങ്ങളെ സമർപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഭാഗ്യകരവും സന്തോഷകരവുമായി തീരുവാൻ കൊണ്ടും ഇടയാക്കണേ. യഹോ ഭക്തിയുള്ള പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പ്രിയപ്പെട്ട സഹോദരനും യഹോ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ ഈ പ്രിയപ്പെട്ട നിസിയും അവരിരുവരും കർത്താവിൻ്റെ വചനപ്രകാരം തന്നെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കൊണ്ടും ഇടയാക്കണമേ. കർത്താവെ, അവരുടെ വഴികളിലൊക്കെയും വരുന്ന നാളുകളിൽ അവരുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും കൂട്ടുവിശ്വാസികൾക്കും കൂട്ടുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കൊക്കെ അനുഗ്രഹമാകുവാൻ കോണം അവരെ അനുഗ്രഹിക്കുകയും അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ പരസ്പര കടപ്പാടുകൾ പൂർണ്ണമായി നിവർത്തിച്ചുകൊണ്ട് അന്യോന്യമുള്ള ബഹുമാനത്തിലും സ്നേഹത്തിലും ആദരത്തിലും അവരുടെ കടപ്പാടുകൾ പൂർണ്ണമായി നിവർത്തിച്ചുകൊണ്ട് ജീവിപ്പാൻ കൊണ്ട് സഹായിക്കണമേ. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചോളുക എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ പ്രിയപ്പെട്ടവളും അവൾ നിന്റെ കൂട്ടാളി, നീ അവൾക്ക് ബഹുമാനം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ആ പ്രിയപ്പെട്ടവനും പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവിലും ജീവിക്കുവാൻ തക്കോണം അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ കൂട്ടുകുടുംബങ്ങളെയും മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും സഹോദരങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ. എല്ലാ കൃപകളാലും അവരെ നിറയ്ക്കുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹവും മാതൃകയുമായി തീരത്തക്കോണം നീ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. എല്ലാ കൃപകളാലും നീ അവരെ അനുഗ്രഹിച്ച് നടത്തുകയും പാലിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ചോദിച്ചലധികമായ എല്ലാ നന്മകളാലും ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കുകയും അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഭാവി ദൈവജനത്തിന് വലിയൊരു നേട്ടവും വലിയൊരു സന്തോഷമായി തീരത്തക്കോണം അവരുടെ കൂട്ടുവിശ്വാസികൾക്കും സഭയ്ക്കും ഒക്കെ അനുഗ്രഹമായി തീരത്തക്കോണം പ്രത്യേകം ഇടയാക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടുകൂടെയും വിശേഷാൽ ഇന്ന് വിവാഹിതരായി തീർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടുകൂടെയും അവരുടെ മാതാപിതാക്കളോടും പ്രിയപ്പെട്ടവരോടുകൂടെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാജുവിൻ്റെ വീട്ടിലെ ഒടുവിലത്തെ വിവാഹമാണ് ഇത് നടന്നത്. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. സാങ്കുട്ടിച്ചാൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പറഞ്ഞു. അവർ മാത്രം, ആ ഫാമിലിക്ക് മാത്രം, പേരൻസ് ആൻഡ് സിബ്ലിങ്സ് അവർക്ക് മാത്രം ഇവിടെ വരാനായിട്ടുള്ളൊരു സന്ദർഭമാണ്. ബ്രദർ രാജു, സിസ്റ്റർ മോളി ആൻഡ് ദെയർ സൺ നിനോ ആൻഡ് ഹിസ് വൈഫ് ദിവ്യ, യു മേ കം ആൻഡ് മീറ്റ് ദി ന്യൂലി ബർഡഡ് കപ്പിൾ. Sangutichan, Susamama and their children, Dr. Anita and her husband Subin and children, they live in UAE, and Jacob and Jinsi, they live in Detroit, USA, and the younger sister Jane, engineering student, she's the happiest person today because the line is clear for her. Never cease to work.
of your